ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആപ്പിൾ iOS 26.3 സ്റ്റേബിൾ അപ്ഡേറ്റ് എല്ലാവർക്കുമായി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ബീറ്റയിൽ നിന്നല്ലാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് അത്യാവശ്യം വലുതാണ്. ഏകദേശം 1.5 GB മുതൽ 3 GB വരെ സൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് വൈഫൈ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഈ അപ്ഡേറ്റ് വെറുമൊരു സോഫ്റ്റ്വെയർ ചേഞ്ച് മാത്രമല്ല, ആപ്പിളിൻ്റെ പല പോളിസികളിലും മാറ്റം വരുന്ന ഒരു അപ്ഡേറ്റ് കൂടിയാണ്. ആൻഡ്രോയിഡിലേക്കുള്ള ഡാറ്റ ട്രാൻസ്ഫർ, ലൊക്കേഷൻ പ്രൈവസി, പിന്നെ സിസ്റ്റം പെർഫോമൻസ് എന്നിവയാണ് ഇതിലെ പ്രധാന ഹൈലൈറ്റുകൾ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രൈവസിക്ക് പ്രാധാന്യം നൽകുന്നവർക്കുള്ളൊരു ഫീച്ചറാണ് ലിമിറ്റ് പ്രിസൈസ് ലൊക്കേഷൻ. സാധാരണയായി നമ്മുടെ സിം കാർഡ് പ്രൊവൈഡേഴ്സിന് അല്ലെങ്കിൽ സെല്ലുലാർ നെറ്റ്വർക്കുകൾക്ക് നമ്മുടെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സാധിക്കും. എന്നാൽ ഈ പുതിയ ഫീച്ചർ ഓൺ ചെയ്യുന്നതിലൂടെ അവർക്ക് നമ്മുടെ കൃത്യമായ ലൊക്കേഷന് പകരം ഒരു ഏകദേശ ലൊക്കേഷൻ മാത്രമേ ലഭിക്കൂ. നിലവിലിത് US, UK, ജർമ്മനി, തായ്ലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഇന്ത്യയിൽ ഇത് വന്നിട്ടില്ല. എങ്കിലും വൈകാതെ തന്നെ നമുക്കും ഇത് പ്രതീക്ഷിക്കും. ഇനി നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത ചില ചെറിയ മാറ്റങ്ങൾ നോക്കാം. നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ്. ആപ്പിൾ വാച്ചിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് പോലെ തേർഡ് പാർട്ടി വാച്ചുകളിലേക്കും നോട്ടിഫിക്കേഷൻ ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇതും നിലവിൽ യൂറോപ്പിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. വാൾപേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ നേരത്തെ വെതറും ആസ്ട്രോണമിയും ഒരേ ഗ്രൂപ്പിലായിരുന്നു. ഇപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് കാറ്റഗറികളാക്കി മാറ്റിയിട്ടുണ്ട്. ഷെയർ ഷീറ്റ്. സഫാരിയിലോ മറ്റോ ഷെയർ ഓപ്ഷൻ എടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മോർ എന്ന ടെക്സ്റ്റിനു പകരം ഇപ്പോൾ വ്യൂ മോർ എന്നാക്കി താഴേക്കുള്ള ആരോ മാർക്കും നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, അപ്ഡേറ്റ് ചെയ്ത ശേഷം ഫോൺ സ്ലോ ആയോ? ഗീക്ക് ബെഞ്ച് സ്കോറുകൾ വെച്ച് നോക്കുമ്പോൾ സിംഗിൾ കോറിലും മൾട്ടി കോറിലും പഴയ വേർഷനേക്കാൾ നല്ല ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്. ഗെയിമിങ്ങിലും ആപ്പ് ഓപ്പണിങ്ങിലും നല്ല സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്, അപ്ഡേറ്റ് ചെയ്ത ഉടനെ ചാർജ് പെട്ടെന്ന് തീരുന്നുവെന്ന്. സത്യത്തിൽ ഒരു വലിയ അപ്ഡേറ്റ് കഴിയുമ്പോൾ ഫോൺ ബാക്ക്ഗ്രൗണ്ടിൽ ഫയലുകൾ വീണ്ടും ഇൻഡെക്സ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 24 മുതൽ 48 മണിക്കൂർ വരെ ബാറ്ററി കുറച്ച് വേഗത്തിൽ തീർന്നേക്കാം. അത് നോർമലാണ്. ഫോണൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ പഴയതിനേക്കാൾ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്ത ഉടനെ ബാറ്ററി കുറയുന്നത് കണ്ട് പേടിക്കണ്ട. ചുരുക്കത്തിൽ പറഞ്ഞാൽ iOS 26.3 ഒരു നിർബന്ധിത അപ്ഡേറ്റ് ആണെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റും പുതിയ ട്രാൻസ്ഫർ ഫീച്ചറുകളും നോക്കുമ്പോൾ. നിങ്ങൾക്ക് നിലവിൽ ബഗ്ഗുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത iOS 26.4-ൽ AI ഫീച്ചറുകൾ കൂടുതൽ വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുമ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയോ? താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്